ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ഓഗസ്റ്റ് 27, 28, 29 പ്രധാന കറണ്ട് അഫേഴ്സ്. ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജന്മവാർഷിക ദിനം. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിൻ്റെ ജന്മദിനം കായിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് 2012 മുതൽ. പ്രക്ഷുബ്ധമായ ബംഗ്ലാദേശിനു പകരം T20 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദിയായി തിരഞ്ഞെടുത്തത് UAE. ഒക്ടോബറിൽ UAE-യിൽ നടക്കുന്ന വനിതാ T20 ലോകകപ്പിൽ ഇടം പിടിച്ച മലയാളികൾ ആശാ ശോഭന, സജന സജീവൻ. മനുഷ്യനെ ബഹിരാകാശത്ത് നടത്തിക്കാനുള്ള ആദ്യ സ്വകാര്യ ദൗത്യം പോളറിസ്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷ. ICC ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാനാണ് ജയ്ഷ. മഹാകവി T. ഉബൈദ് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് K. സച്ചിദാനന്ദൻ. UPS യൂണിഫൈഡ് പെൻഷൻ സ്കീം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. പാരീസിൽ നടക്കുന്ന 2024 പാരാലിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തലവനായി തെരഞ്ഞെടുത്തത് സത്യപ്രകാശ് സങ്വാൻ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾ 84. NE ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് MD വാസുദേവൻ നായർക്ക്. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ മോഹനൻ. സൗരോർജ വൈദ്യുതി പകൽ ശേഖരിച്ച് രാത്രി ഉപയോഗിക്കുന്നതിനായി KSEB ആരംഭിക്കുന്ന പുതിയ സംവിധാനം ബസ് സംവിധാനത്തോടുകൂടി ആദ്യ ഹൈബ്രിഡ് സൗരോർജ പാർക്ക് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ സ്ഥാപിക്കും. 2024 ഓഗസ്റ്റിൽ പുറത്തുവന്ന ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബാലവേല റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തെലങ്കാന. ഇന്ത്യയുടെ 500ാമത്തെ റേഡിയോ സ്റ്റേഷൻ നിലവിൽ വന്നത് ഐസ്വാൾ. ആപ്പിളിന്റെ പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ കേവൻ പരേഖ്. 2024 ഓഗസ്റ്റിൽ 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഇസ്രായേൽ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വജ്രം കണ്ടെത്തിയ രാജ്യം ബോട്സ്വാന. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്ന എയർപോർട്ട് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. കേന്ദ്ര വ്യാവസായിക സുരക്ഷാ സേന ഡയറക്ടർ ജനറലായി നിയമിതനായത് രജീന്ദർ സിംഗ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് മേധാവി ദൗലത് സിംഗ്. റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നിയമിതനായത് സതീഷ് കുമാർ. കേരളത്തിലെ ആദ്യ ഭവന പാർക്ക് നിലവിൽ വരുന്നത് വാഴമുട്ടം. US-ലെ ഇന്ത്യൻ അംബാസഡർ വിനയ് മോഹൻ കർത്ത. 2024 ഓഗസ്റ്റിൽ ബഡ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കാൻ കോടതി ആരംഭിച്ചത് ആലപ്പുഴ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. താങ്ക് യു.